നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനൊന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നും നിന്റെ പുന്നാര ചേച്ചി എന്നെ വഴിയിൽ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു. എന്റെ ഫോണ് ചെക്ക് ചെയ്യാൻ അവര് കാണിച്ച നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫോണിൽ നിന്റെ വീഡിയോ കിട്ടാനുള്ള മഞ്ജുവിന്റെ ട്രൈ ആണതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. നീ നിന്റെ ചേച്ചിയും കിരിയേട്ടനെയും ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ച സ്ഥിതിക്ക് എനിക്കും ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പ്ലീസ്, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ നിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതായിരിക്കും. ചേച്ചി ഒരു പോലീസല്ലേ? നീ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. എന്നെ പറ്റിക്കാൻ നോക്കുന്നവരെ ഞാൻ വെറുതെ വിടാറില്ല. എന്നെ ചതിക്കാൻ ശ്രമിച്ചേനെ നിന്നെ ഞാൻ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിച്ചില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടില്ല. വലിയ ശിക്ഷയൊന്നും ഞാൻ നിനക്ക് തരുന്നില്ല. ഇന്ന് നിന്റെ കൂടെ ഞാനും ഈ മുറിയില് ഈ കിടക്കയിലുണ്ട്. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച ഒന്നിനെയും വിട്ടുകൊടുത്ത് ശീലം എനിക്കില്ല. നീയും അങ്ങനെ തന്നെയായിരിക്കും. മഹിമേ, നിന്റെ ചേച്ചിയോട് ഒരു അക്ഷരം പോലും മിണ്ടിപ്പോരുത്. അങ്ങനെ സംഭവിച്ച ഞാൻ എന്താ ചെയ്യാന്ന് നിനക്കറിയാലോ. നിന്റെ വീഡിയോ അത് ഓർമ്മ വേണം. ഞാൻ കുറച്ച് പൊസസീവാണ്. അതുകൊണ്ടേ ബാക്കിയുള്ളവരെ അത് കാണിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ നിർബന്ധിതനായ ഞാനത് ചെയ്യും. മഹിമേ, വാതിൽ തുറക്കാൻ. പോയി വാതിൽ തുറക്ക്. മഹിമേ, മോളെ വാതിൽ തുറക്ക. മോളെ, നീ എന്താ വാതിൽ തുറക്കാൻ ഇത്രയും സമയം എടുത്തേ? ഞാൻ ഉറങ്ങിപ്പോയി. ചേച്ചി, നീ ഉറങ്ങായിരുന്നെങ്കിൽ ഇതെങ്ങനെ താഴെ വീണ് പൊട്ടിയത്? അത് പൂച്ചയായിരിക്കും. നീ എന്തിനിങ്ങനെ വിയർക്കുന്നേ? നല്ല ചൂടല്ലേ? മോളെ, ഞാൻ വീണ്ടും ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ചേച്ചിയോട് പറ. ആ അഭയെ ഞാനിന്ന് ചോദ്യം ചെയ്തിരുന്നു. അവൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് നീയെങ്കിലും എന്നോട് പറ. എനിക്ക് അവനെ കൊണ്ട് ഒരു ശല്യമില്ല ചേച്ചി. ഇതിപ്പോ തന്നെ എടുത്ത് കളഞ്ഞില്ലെങ്കിലേ നിന്റെ കാലിൽ തന്നെ കുത്തിക്കയറും. ചേച്ചി, ചേച്ചി നിന്നെ വെറുതെ ബുദ്ധിമുട്ടുന്നത്. ഇത് ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, നിന്റെ കൈ മുറിയും. നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ളതാ. എന്നാ ഇപ്പൊ വീണ്ടും പറയണമെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ഒരു കുറവും നിനക്ക് വരരുതെന്ന വാശി എനിക്കുണ്ട്. ഇതുവരെ നിനക്ക് അങ്ങനെ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ
നിന്റെ ഏതെങ്കിലും പ്രശ്നം പരിഹരിച്ചേനേന്ന് നിനക്ക് തോന്നിയോ? ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ തോറ്റതുപോലെയോ? അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. ശരി ചേച്ചി. എന്നാ നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഥ കടിച്ചോ? ഓ, എന്തൊരു സ്നേഹമാണ് ചേച്ചി അനിയത്തിയും തമ്മില്. കണ്ടിട്ട് കൊതി തോന്നുന്നു. ഇന്ന് നിന്റെ ചേച്ചിയുടെ കയറി വന്നോണ്ടേ ഞാൻ പ്ലാൻ ചെയ്ത കാര്യത്തിനുള്ള മൂഡ് അങ്ങ് പോയി. എന്തായാലും നീ ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് നിന്റെ വീഡിയോ എൻ്റെ അടുത്ത് മാത്രമായിട്ട് അങ്ങ് തുടരും. പക്ഷെ നീ അനുസരണക്കേട് എന്തെങ്കിലും കാണിച്ച ഇല്ല, നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. യു ആർ എ ഗുഡ് ഗേൾ. പിന്നെ നീ കോളേജിലേക്ക് വരുന്നത് നിർത്തരുത്. നിന്നെ കണ്ടില്ലെങ്കിലേ എനിക്ക് വല്ലാത്തൊരു വിഷമോ. നിന്നെ അടിച്ചതിനുള്ള പിണക്കത്തിലാണോ നീ വരാത്തത്? അത് മുകുന്ദനോടുള്ള ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. നിന്നോട് എനിക്ക് വേറെ വിരോധം ഒന്നുമില്ല. അതുകൊണ്ടേ നാളെ മുതൽ ക്ലാസ്സിൽ വരണം കേട്ടോ. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. എന്താടി, നിന്റെ ചേച്ചി പറഞ്ഞപ്പോ എനിക്ക് തിരിച്ചു പറയാൻ അറിയായിരുന്നല്ലോ. പറയടി. ഗുഡ് നൈറ്റ്. അമ്മേ, ഇപ്പോഴും വൈകിട്ടില്ല. നമുക്ക് തിരിച്ചു പോവാമേ. മര്യാദക്ക് വന്നില്ലെങ്കിൽ നല്ല തല്ല് വരും. അമ്മേ, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതിന് നീ അല്ലല്ലോ സംസാരിക്കുന്നത്, ഞാനല്ലേ. നീ എവിടെ ചുമ്മാതെ ഒന്ന് നിന്ന് തന്നാ മതി. കേട്ടല്ലോ? ഇറങ്ങിങ്ങോട്ട്. ഇറങ്ങാൻ. വാ വാ വാ. ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ? ഗൗരി അമ്മയോ? ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. ഇതെന്താ ഗൗരി, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതെ അതെ അതെ, ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവനെ ഓവറാക്കി ചളവാക്കും. ഭാനു, നിങ്ങളോടൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ ഞാൻ വന്നത്. ഇത് കുറച്ച് നേരത്തെ ആകായിരുന്നു. ഇനിയും വൈകിപ്പിക്കുന്നത് ശരിയല്ലോ എന്ന് എനിക്ക് തോന്നി. എന്താ ഗൗരി പതിവില്ലാതെ സംസാരത്തിനൊക്കെ ഇത്രയും വലിയൊരു മുഖവുര? അത് പിന്നെ ഞാൻ വന്നതേ നമ്മുടെ മുകുന്ദന്റെ കല്യാണക്കാര്യം സംസാരിക്കാനാ.